لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തീർത്ഥാടകർ അറഫയുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചത്. പാപമോചന പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി ഒക്കെ തീർത്ഥാടകർ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ അറഫയിലെ തമ്പുകളിൽ കഴിയും. ഞാനിപ്പോൾ ഉള്ളത് അറഫയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തമ്പിലാണ്. 1500ഓളം മലയാളികളായ തീർത്ഥാടകരാണ് ഇവിടെ ഉള്ളത്. ഹാജിമാര് അവരുടെ മുഴു സമയവും പൂർണ്ണമായും പ്രാർത്ഥനയിലും മറ്റ് കാര്യങ്ങളിലുമായി വ്യാപൃതരാകുന്ന ഒരു സമയമാണ് ഈ സമയം. എല്ലാവരുടെയും മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ലോകമെമ്പാടും മനുഷ്യർക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കണം എന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. എല്ലാ ടെന്റുകളിലും ഉയർന്നു കേൾക്കുന്ന പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മനുഷ്യർക്ക് സമാധാനവും ആശ്വാസവും ലഭിക്കണമെന്നും എല്ലാവരുടെയും ജീവിതം സന്തോഷത്തിലായി തീരണമെന്നുള്ള വലിയ പ്രാർത്ഥനകളാണ് എല്ലാ ടെന്റുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഹജ്ജിനെത്തിയ ഏതാണ്ട് 18-19 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇന്ന് അറഫയിൽ സംഗമിച്ചത്. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം കൂടിയാണ് അറഫ സംഗമം. ഇന്ന് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്ന തീർത്ഥാടകർ നാളെ രാവിലെ മീനായിൽ തിരിച്ചെത്തും. നാളെയാണ് മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുന്നത്. അതിനുശേഷമുള്ള 3 ദിവസങ്ങളിലും മീനായിലെ 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിച്ച് ശനിയാഴ്ചയോടെ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.